രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഇത് കർക്കിടക മാസം, രാമായണ മാസമാണ്. രാമായണം എല്ലാവരും തന്നെ രാമായണം വായിക്കുന്നുണ്ടാവും. രാമായണത്തിൻ്റെ അലയടികൾ എല്ലായിടത്തും ശരിക്കും ഭക്തിസാന്ദ്രമായ ഒരു പുണ്യമായൊരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം രാമായണം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ പാഠങ്ങളായിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു പാഠമായിട്ടാണ് നമുക്ക് രാമായണത്തെ നോക്കിക്കാണേണ്ടത്. അതിൽ നമുക്ക് സുമിത്രാദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സുമിത്രാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ സൗമ്യമായ ശാന്തയായ ഒരു സ്ത്രീയാണ് സുമിത്രാദേവി. ശരിക്കും ആ ഒരു രാമായണത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ 3 പത്നിമാരിൽ ഏറ്റവും 3ാമത്തെ പത്നിയാണ് സുമിത്രാദേവി. പക്ഷേ കൈകേയിക്കുള്ളതോ അല്ലെങ്കിൽ കൗസല്യക്കോ ഉള്ള പ്രാധാന്യമൊന്നും തന്നെ സുമിത്രാദേവിക്ക് എവിടെയും ലഭിക്കുന്നില്ല. ഒരു അവഗണന ശരിക്കും സുമിത്രാദേവിക്ക് രാമായണത്തിൽ കാണുന്നുണ്ട് നമ്മൾ. പുത്രകാമേഷ്ടി യാഗം നടക്കുമ്പോൾ, അതായത് ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ലാതിരുന്ന സമയത്ത് ഒരു പുത്രി ഉണ്ടായിരുന്നു, ശാന്താദേവി. അത് ദത്തു കൊടുക്കുകയാണ് ഉണ്ടായത്. ഭഗവാനേക്കാൾ 14 വയസ്സിന് മൂത്ത ശാന്ത എന്ന് പറഞ്ഞ ഒരു പുത്രി ദശരഥ മഹാരാജാവിനുണ്ട്. പക്ഷേ പുത്രന്മാർക്കാണ് രാജ്യഭാരം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പുത്രകാമേഷ്ടി യാഗം നടന്നപ്പോൾ നൈവേദ്യമായി പ്രസാദമായി ലഭിച്ച ആ പായസം മഹാരാജാവ് ദശരഥൻ കൊടുത്തത് തൻ്റെ കൈകേയിക്കും കൗസല്യക്കുമാണ്. ആ സമയത്ത് സുമിത്രയെ ശരിക്കും ദശരഥ മഹാരാജാവ് ഓർത്തതേയില്ല. പക്ഷേ കൈകേയിയും കൗസല്യയും തങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഓരോ പങ്ക് സുമിത്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൗസല്യയ്ക്ക് രാമൻ പുത്രനായി ജനിച്ചു, കൈകേയിക്ക് ഭരതൻ പുത്രനായി ജനിച്ചു. അപ്പോൾ ഈ 2 പേരുടെയും ഓരോ ഭാഗം കൂടുതൽ ഏറ്റവും മൗനമായിരുന്ന അവഗണന ഏറ്റുവാങ്ങിയ സുമിത്രാദേവിക്കാണ് ശരിക്കും അതിൻ്റെ ഏറ്റവും കൂടുതൽ പങ്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സുമിത്രാദേവിക്ക് 2 പുത്രന്മാർ ജനിച്ചു. ഒന്ന് ശത്രുഘ്നകുമാരനും ലക്ഷ്മണകുമാരനും. ഒരിക്കൽ പോലും ഒരു പരാതിയോ പരിഭവമോ ഒന്നും തന്നെ രാമായണത്തിൽ ഒരു സ്ഥലത്ത് പോലും സുമിത്രാദേവി പറയുന്നില്ല. പക്ഷേ ലക്ഷ്മണകുമാരൻ യാത്രയാവുന്ന കാട്ടിലേക്ക് യാത്രയാവുന്ന സമയത്ത് സുമിത്രാദേവി ലക്ഷ്മണകുമാരന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ശരിക്കും രാമായണത്തിൽ വൈഡൂര്യം പോലെ തിളങ്ങുന്ന, രത്നം പോലെ ശോഭിക്കുന്ന ഒരു ഉപദേശമാണത്. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധി ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിയും ഗച്ഛതാദയഥാ സുഖം എന്ന് വാൽമീകി രാമായണത്തിൽ വാൽമീകി പറയുന്നുണ്ട്. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം, പിരിയാതെ രാമനെ നിത്യം ദശരഥനുള്ളിലാ മാമോദമോടും നിരൂപിച്ചു കൊള്ളേണം എന്ന് പറയുന്നുണ്ട്. അതായത് കാടിനെ നീ അയോധ്യയായും നിൻ്റെ ജ്യേഷ്ഠനായ രാമനെ ദശരഥനായും കാണണം. എന്നാൽ സീതാദേവിയെ നീ ഞാനായി തന്നെ കാണണം, മാതാവായി തന്നെ കണ്ടുകൊണ്ട് നീ പോയി വരിക മകനെ എന്നാണ് ശരിക്കും സുമിത്രാദേവി പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ഉപദേശമാണത്. കാരണം നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ സ്ഥലത്തെ നമ്മുടെ സ്വന്തം നാടായി കാണുക. അതുപോലെ ജ്യേഷ്ഠനെ അച്ഛനായി കാണുക, ജ്യേഷ്ഠൻ്റെ ഉപദേശങ്ങളും ഒക്കെ അച്ഛൻ്റെ ഉപദേശമായി കാണുക. അതുപോലെ ജ്യേഷ്ഠത്തി അമ്മയെ മാതാവായി കാണുക എന്നുള്ള ശരിക്കും എന്താ പറയേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ബന്ധങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, അമ്മയെയും സഹോദരിയും ഒക്കെ കാണേണ്ടവരെ പോലും മോശമായ അർത്ഥത്തിൽ കാണുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപദേശങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം നമ്മൾ കാണണം. ഓരോരുത്തരെയും നമ്മുടെ സ്ഥാനത്തെ നമ്മൾ അത്രയും ബഹുമാനിക്കണം. നമുക്ക് പാടില്ലാത്തത് അരുതാത്തത് അരുത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചരിക്കേണ്ടത് ഒക്കെയായിട്ട് തന്നെ നമുക്ക് ഈ ഉപദേശത്തെ കാണാം. ശരിക്കും സമചിത്തതയോടുകൂടി സന്തുലിതമായ അവസ്ഥയോടുകൂടിയാണ് സുമിത്ര ജീവിക്കുന്നത്. അതായത് തൻ്റെ ഒരു മകൻ നാട്ടിൽ തൻ്റെ കൂടെ സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോൾ ഒരു മകൻ കാട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ കാട്ടിലേക്ക് പോയ മകനെക്കുറിച്ച് ഓർത്തുള്ള ഒരുപാട് ദുഃഖമോ, എന്നാൽ തൻ്റെ കൂടെ തന്നെ ഇരിക്കുന്ന മകനെക്കുറിച്ച് ഓർത്തുള്ള ഒരുപാട് സന്തോഷമോ ഒരിക്കലും പോലും സുമിത്ര കാണിക്കുന്നില്ല. ഒരു സന്തുലിത അവസ്ഥ. ശരിക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്.
ഒരു കാര്യത്തിലും ഒരുപാട് സന്തോഷിക്കുകയും ഒരുപാട് സങ്കടപ്പെടുകയും ഒന്നും ചെയ്യാതെ മനസ്സിനെ ഒരു സമചിത്തത മനോഭാവത്തോടു കൂടി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമ്മളെ അവഗണിക്കുന്നവരുണ്ടാവും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും, നമ്മളെ പറ്റി പരദൂഷണം പറയുന്നവരൊക്കെ ഉണ്ടാവും, വഴക്ക് പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ആ സമയങ്ങളിലൊക്കെ തന്നെ മൗനമായിരിക്കുക. നമുക്കും തിരിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളും അതിനൊക്കെ തന്നെ പ്രതികരിക്കുമ്പോൾ ഒരുപാട് വഴക്ക് കൂടുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ ദോഷമുണ്ടാവുക എന്നതല്ലാതെ വേറൊരു കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ മൗനത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ ഒരു ദോഷവും വരികയുമില്ല. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഭഗവാൻ ഒരു ദിവസം തീർച്ചയായും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ഭാഗത്ത് ന്യായവും സത്യവും ഉണ്ടെങ്കിൽ, സത്യം ഒരിക്കലും മൂടിവെക്കാൻ പറ്റില്ല. സത്യം ഒരു പൊന്നു വജ്രം പോലെയാണ്, അത് ഏത് കാലത്തും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ, ധർമ്മം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദിവസം ഭഗവാൻ തന്നെ വരും. അതുകൊണ്ട് യാതൊരു പേടിയും വേണ്ട, നമ്മൾ മൗനമായിരിക്കുക. ആ മൗനത്തിൻ്റെ ഒരു തിളക്കം എത്ര മാത്രമാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുപോലെ നമുക്ക് കാവലായി എന്നും ഭഗവാൻ ഉണ്ടാവും. നാരായണ എന്ന് വിളിക്കുന്ന, ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ കാവൽ തീർച്ചയായും അവൻ്റെ സുദർശന ചക്രത്തെ, അവൻ്റെ കാവൽ മാത്രമല്ല ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ കൂടി കാവൽ നിർത്തുന്ന പറയുന്നത്. ഭഗവാൻ താൻ കാവൽ നിന്നാൽ പോരാ, തൻ്റെ സുദർശന ചക്രത്തെ കൂടി കാവൽ നിർത്തണം. അത്രക്കും നമ്മൾക്ക് വേണ്ടി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഭഗവാനാണ്. അപ്പം എല്ലാവരും സുമിത്രാദേവിയെ പോലെ നല്ലൊരു അമ്മയാവുക, നല്ലൊരു സ്ത്രീയായി മാറാൻ എല്ലാവർക്കും കഴിയട്ടെ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.